ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സ്കൂൾ ടു IIM. അപ്പോൾ IPMAT അതുപോലെ തന്നെ JIPMAT എക്സാമിനേഷൻസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയുന്നുണ്ടായിരിക്കും. അതായത് IIMസിലും അതുപോലെ തന്നെ മറ്റ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും 5 ഇയർ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് MBA പഠിക്കാനുള്ള സംവിധാനമാണ് തീർച്ചയായിട്ടും IPMAT അതുപോലെ തന്നെ JIPMAT എക്സാമുകളിലൂടെ നിങ്ങൾക്ക് ഒരുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഏറ്റവും മികച്ച മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് +2 കഴിഞ്ഞ ഉടനെ തന്നെ പഠിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും പലരുടെയും ഒരു സ്വപ്നമായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു റിയാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് IPMATലൂടെയും അതുപോലെ തന്നെ JIPMATലൂടെയും ലഭിക്കുന്നത്. അപ്പോ 2023 IPMATും അതുപോലെ തന്നെ JIPMAT എക്സാമിനേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് അടുത്ത് വന്നിട്ടുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനേഷന് ബാക്കിയുള്ളൂ. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഏത് രീതിയിൽ നിങ്ങൾ എക്സാമിനെ അല്ലെങ്കിൽ പഠനത്തെ നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എങ്ങനെയൊക്കെ നോക്കിയാലാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം ഏസ് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ട് 3 എക്സാമിനേഷൻസ് ആണ് ഇതിന് അണ്ടറിൽ വരുന്നത്. ഒന്ന് IPMAT റോത്താക്ക് ആണ്, രണ്ടാമത്തത് IPMAT ഇൻഡോർ ആണ്, മൂന്നാമത്തത് JIPMAT എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ കണ്ടക്ടിങ് ബോഡി ഡിഫറെന്റ് ആണ്, അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഓരോ എക്സാമിന്റെ അണ്ടറിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്, അതായത് നിങ്ങൾക്ക് എന്നൊക്കെയാണ് എക്സാമിനേഷൻ വരുന്നത്. അതുപോലെ തന്നെ 3 എക്സാമിനേഷൻസ് ഞാൻ ഡിസ്കസ് ചെയ്തു. അതിൽ ഓരോ എക്സാമിലും ഏതൊക്കെ പോർഷൻസ് ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്, അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, എത്ര സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിന്റെ മാർക്കിംഗ് സ്ട്രാറ്റജി എന്നൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അതിൽ തന്നെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ എക്സാം ഈ ഒരു സീരീസിൽ വരുന്നത് ഏകദേശം മെയ് 20, 2023 നിങ്ങളുടെ IPM റോത്താക്ക് എക്സാം ആണ്. IPM റോത്താക്ക് എഴുതുന്നവര് മോക്കും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യേണ്ട ഒരു ടൈമും കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്, കാരണം എക്സാമിനേഷൻ ഓൾമോസ്റ്റ് ഇങ്ങടുത്തെത്തി. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ JIPMAT ആണ്. അവിടെ തന്നെ ബോധ്ഗയ അതുപോലെ തന്നെ ജമ്മു എന്നുള്ള 2 IIMs ആണ് മെയിൻ ആയിട്ട് JIPMATന്റെ അണ്ടറിലെ അഡ്മിഷൻസ് 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസിന് അഡ്മിഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സാമിനേഷൻ വരുന്നത് മെയ് 28 ആണ്, മെയ് 28, 2023 ആണ്. അപ്പൊ നിങ്ങൾക്ക് റോത്താക്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ദിവസം, ഒരു 8 ദിവസം കൂടി എക്സ്ട്രാ തീർച്ചയായിട്ടും JIPMATന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയം കൃത്യമായി വിനിയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന സമയത്ത് IIM ഇൻഡോറിന്റെ IPMAT ആണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്നത് ജൂൺ 16 ആണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 1 മന്തോളം അല്ലെങ്കിൽ 1 മന്തിന്റെ മുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമയമുണ്ട്. അപ്പോ ഇവിടെ അല്ല എന്നുണ്ടെങ്കിൽ IPM ഇൻഡോറിന്റെ അണ്ടറിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കാം. ഒന്ന് IIM ഇൻഡോർ ആണ്, അതുപോലെ തന്നെ IIM റാഞ്ചി ആണ്, അതുപോലെ തന്നെ IIFT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ആണ്. അപ്പോ IPM ഇൻഡോറിനെ അപ്ലൈ ചെയ്തിട്ട് IIFT അപ്ലൈ ചെയ്യാത്തവർക്ക് തീർച്ചയായിട്ടും മെയ് 16 വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരം ബാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ IPM ഇൻഡോർ ചെയ്തിട്ടുണ്ട് പക്ഷെ IIFT ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും IIM പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് IIFT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അവസരം തീർച്ചയായിട്ടും നിങ്ങൾ വിനിയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എക്സാം പാറ്റേണിന്റെ ബേസിസിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് IPMAT റോത്താക്ക് എക്സാം പാറ്റേണിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 3 സെക്ഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി ആണ്, രണ്ടാമത്തത് ലോജിക്കൽ റീസണിംഗ് ആണ്, മൂന്നാമത്തത് വെർബൽ അബിലിറ്റി ആണ്. ഓക്കെ, അപ്പോ ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റിയിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 40 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിംഗിലും 40 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വെർബൽ അബിലിറ്റിയിലും 40 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത് ഓൾമോസ്റ്റ് 120 മിനിറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 1 മിനിറ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സമയം വരുന്നുള്ളൂ. അപ്പൊ ടൈം മാനേജിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇപ്പൊ മാത്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞോളണം എന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം എന്നൊന്നും തീർച്ചയായിട്ടും ഞാൻ പറയുന്നില്ല. ഓക്കെ, തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാക്സിമം അറ്റംപ്റ്റ്സ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതും നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് തന്നെ. ആക്യുറസി ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഈവൻ നിങ്ങൾ കുറെ അറ്റംപ്റ്റ് നടത്തിയെന്ന് വിചാരിച്ച് കൂടുതൽ അറ്റംപ്റ്റും നിങ്ങളുടെ റോങ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു കാര്യമില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അറ്റംപ്റ്റിന് പുറമെ നിങ്ങളുടെ ആക്യുറസിയും കൂടി വളരെയധികം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 4 മാർക്ക്. നിങ്ങളുടെ ഒരു ശരിയായ ആൻസറിന് നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു തെറ്റ് ആൻസറിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 മാർക്ക് അതിൽ നിന്ന് കുറയും. ദാറ്റ് മീൻസ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് JIPMAT എക്സാം പാറ്റേണിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന്, അതായത് മാത്തമാറ്റിക്സിൽ നിന്ന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 33 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗിൽ നിന്ന്
ഓൾമോസ്റ്റ് 33 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേർബൽ അബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രഹെൻഷനിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 34 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 33 അതുപോലെ തന്നെ 34 ഓൾമോസ്റ്റ് 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ജിപ്മാറ്റ് എക്സാമിനേഷൻ പേപ്പറിൽ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 150 മിനിറ്റ്സ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏകദേശം 1.5 മിനിറ്റ് അവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 4 മാർക്ക് ആയിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ ഒരു തെറ്റ് ആൻസറിന് നിങ്ങളുടെ മാർക്കിൽ നിന്ന് 1 മാർക്ക് കുറയും. ദാറ്റ് മീൻസ് നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ ഡിഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിക്കിന്റെ ബേസിസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാര്യമായ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. മാത്സും ഇംഗ്ലീഷും റീസണിംഗും ഒക്കെ തന്നെയാണ് എല്ലായിടത്തും പരീക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് IPMAT ഇൻഡോറിന്റെ എക്സാം പാറ്റേണിലോട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി MCQ ദാറ്റ് മീൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓൾമോസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു രീതിയിൽ വരുന്നത്. അവിടെ നിങ്ങൾക്ക് 40 മിനിറ്റ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നത്. രണ്ടാമത്തേത് ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 15 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അവിടെ ഡ്യൂറേഷൻ വരുന്നതും 14 മിനിറ്റ്സ് തന്നെയാണ്. നെക്സ്റ്റ് വേർബൽ അബിലിറ്റി ആണ്. അവിടെ നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം 40 മിനിറ്റ്സ് ആണ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി MCQ പ്ലസ് ഷോർട്ട് ആൻസർ നോക്കുന്ന സമയത്ത് അവിടെ 30 + 15 ഓൾമോസ്റ്റ് 45 ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ വേർബൽ അബിലിറ്റിയിലും ഓൾമോസ്റ്റ് 45 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഓൾമോസ്റ്റ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 90 ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഡ്യൂറേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 120 മിനിറ്റ്സ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ IPMAT റോത്താക്കിലും അതുപോലെ തന്നെ ജിപ്മാറ്റിലും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഓരോ തെറ്റ് ആൻസറിനും നിങ്ങളുടെ മാർക്കിൽ നിന്ന് 1 മാർക്ക് കുറയും. ദാറ്റ് മീൻസ് നെഗറ്റീവ് മാർക്കിംഗ് അവിടെ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. ദർ ഈസ് എ നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 1 മാർക്ക് ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ. ഓക്കെ, എക്സെപ്റ്റ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് അബിലിറ്റി ഷോർട്ട് ആൻസർ സെക്ഷൻ. അപ്പൊ തീർച്ചയായിട്ടും ഷോർട്ട് ആൻസർ സെക്ഷനിൽ നിങ്ങൾ തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തില്ല അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ MCQല് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. വേർബൽ അബിലിറ്റിയിലും തീർച്ചയായിട്ടും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. പക്ഷെ ഷോർട്ട് ആൻസറിന്റെ കേസിൽ അത് നിങ്ങളെ എഫക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് എക്സാമിനേഷൻ ഡേറ്റ്സ് എന്തൊക്കെയാണ് വരുന്നത്, ഓൾമോസ്റ്റ് എത്ര ഡേ നിങ്ങൾക്ക് ബാക്കിയുണ്ട് എന്നുള്ള ഒരു ഐഡിയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്തൊക്കെയാണ് എക്സാമിന്റെ പാറ്റേൺ വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് IPMAT റോത്താക്ക്, അതുപോലെ തന്നെ IPMAT ഇൻഡോർ, അതുപോലെ തന്നെ ജിപ്മാറ്റ് എക്സാമിനേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്, ഒരു കാൻഡിഡേറ്റിന്റെ എന്തൊക്കെ സ്കിൽസ് ആണ് മെയിൻ ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ എത്ര മിനിറ്റ് ആണ്, ഓരോ സെക്ഷനും എത്ര മിനിറ്റ് ആണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇപ്പൊ പോയ ദിവസങ്ങളെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ 2023 IPMAT ജിപ്മാറ്റ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ അതിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മോക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഏതൊരു എക്സാം, ഇനിയിപ്പോ IPMAT അല്ല ജിപ്മാറ്റ് അല്ല, ഏതൊരു എക്സാമിനേഷനിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ടെസ്റ്റ് ടേക്കിംഗ് അറ്റ്മോസ്ഫിയറിനോട് തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് പരിചയപ്പെടണം. എന്നാൽ മാത്രമേ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും മോക്ക് എടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് കഴിയുന്ന അത്ര മോക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനേഷന്റെ ബേസിസിൽ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. നല്ല സോഴ്സിൽ നിന്ന് മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പലപ്പോഴും പല എക്സാമിനേഷൻ പ്രിപ്പറേഷൻ സമയത്ത് പലരോടും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ടൈമിൽ ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം മോക്ക് എക്സാമിനേഷൻ ചെയ്യാൻ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അത്രമാത്രം മോക്ക് ടെസ്റ്റ് എന്താണ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ഞാൻ പറയുന്നത് നിങ്ങളുടെ വീക്കർ സെക്ഷനും അതുപോലെ തന്നെ സ്ട്രോങ്ങർ സെക്ഷനും അസസ് ചെയ്യാം. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ് ഇതിന്റെ സ്ട്രോങ്ങർ ഏരിയ, ഏതൊക്കെയാണ് ഇതിന്റെ വീക്കർ ഏരിയ, വളരെ ഈസി ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ വീക്കർ ഏരിയാസിൽ ഒന്നും കൂടി വർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രോങ്ങർ ഏരിയ ആക്കി, അല്ലെങ്കിൽ മിഡ് ലെവൽ സ്ട്രോങ്ങർ ഏരിയ ആക്കിയിട്ട് ആ ഒരു ഏരിയയെ മാറ്റാം. ഈവൻ സ്ട്രോങ്ങർ ഏരിയ ആണെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, പാടെ ഒഴിവാക്കണം എന്നല്ല. പക്ഷെ വീക്കർ ഏരിയാസിൽ ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തൊരു കാര്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എക്സാമിനേഷൻ എടുക്കുന്ന സമയത്ത് ഈവൻ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് നമ്മൾ ഒരു എക്സാമിനേഷൻ എടുക്കുന്ന സമയത്ത് പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റ്യൻസ് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എക്സ്ട്രീം ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മിഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ചില സ്റ്റുഡൻസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, കുറച്ച് അബോവ് ഡിഫിക്കൽറ്റി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് അതിന്റെ മേൽ കുറെ അധികം സമയം ചെലവാക്കുന്ന ഒരു പ്രവണത ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്കറിയാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ്
ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചില ക്വസ്റ്റ്യൻസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ട് തന്നെ എക്സാമിനേഴ്സ് സെറ്റ് ചെയ്തായിരിക്കും. ഇങ്ങനെയുള്ള ട്രാപ്സ് ആണത്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ജിപ്മാറ്റിനാണോ ഐപ്മാറ്റിനാണോ എന്ന് എനിക്ക് ജസ്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അതിലൊരു അറേഞ്ച്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നിരുന്നു, ഒരു ലീനിയർ അറേഞ്ച്മെന്റ് ബേസ്ഡ്. അപ്പോൾ കുറച്ച് ഹയർ ലെവൽ സെറ്റ് ആയിരുന്നു അത്. പക്ഷെ അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത്രയും സമയം ആ ഒരു ക്വസ്റ്റ്യന് വേണ്ടി ചെലവഴിക്കുമാണ്. കാരണം ഈവൻ എത്ര ഹയർ ലെവൽ സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 മിനിറ്റ്സോളം ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു സെറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ക്വസ്റ്റ്യനെ അറ്റംപ്റ്റ് ചെയ്യാം. കാരണം അവിടെയും നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ശരിയാണെങ്കിൽ 8 മാർക്കാണ്. ബാക്കിയുള്ള ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ചെയ്താലും നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പോലും സമയം അവിടെ എടുക്കില്ല. അപ്പോ നിങ്ങൾ ഒന്നുകൂടി സ്ട്രാറ്റജിക്കൽ ആയിട്ട് ലോജിക്കൽ ആയിട്ട് കാര്യങ്ങളെ അറ്റൻഡ് ചെയ്യണം. ഈഗോയിസ്റ്റിക് ആവരുത്. തീർച്ചയായിട്ടും ഓരോ ക്വസ്റ്റ്യനോട് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് ഞാൻ അടുത്ത് ചെയ്യുള്ളൂ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ചെയ്തു പോവുക. എന്നിട്ട് ഒരു മിഡ് ലെവൽ ഡിഫിക്കൽട്ടി നെക്സ്റ്റ് ചെയ്തു പോവുക. എന്നിട്ട് ലാസ്റ്റ് ഡിഫിക്കൽട്ടി ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിബിലിറ്റി അനുസരിച്ച് ആ രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മോക്ക് ടെസ്റ്റിലും ഈ ഒരു കാര്യം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫൈനൽ എക്സാമിലും ആ ഒരു കാര്യം അതേ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് നിങ്ങളോട് മോക്ക് എടുക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഓരോ സ്ട്രാറ്റജീസ് ഉണ്ടാക്കിയിട്ട് അത് ജസ്റ്റ് പയറ്റി നോക്കുക. മോക്കിൽ ഏത് സ്ട്രാറ്റജിയാണ് എനിക്ക് വർക്ക് ആവുന്നത്, ആ ഒരു രീതിയിൽ തന്നെ ഫൈനൽ എക്സാമിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, പിന്നെ ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ മാത്തമാറ്റിക്സിലൊക്കെ തന്നെ കൺവെൻഷണൽ ടോപ്പിക്സ് ആയിട്ടുള്ള അരിത്തമെറ്റിക്കൽ കുറെ ടോപ്പിക്സ്, അതുപോലെ തന്നെ അൽജീബ്രയിലെ ബേസിക് ഇക്വേഷൻസ്, അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഇയറിലെ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ പ്രീവിയസ് ഇയർ പേപ്പർ നോക്കിയിട്ട് തന്നെ ടോപ്പിക്സ് അനാലിസ് ചെയ്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അനാലിസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ ബേസിസിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ടോപ്പിക്കുകൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മാറ്റി നിർത്തുക. കാരണം ചിലപ്പം ക്വസ്റ്റ്യൻസ് വരാം, 1-2 ക്വസ്റ്റ്യൻസ് വന്ന് ചിലപ്പോൾ വരികയില്ല ആ ഒരു ടോപ്പിക്കിൽ നിന്ന്. അങ്ങനെയുള്ള ടോപ്പിക്സ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് വളരെ സ്ട്രെസ് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതെന്ന്. അങ്ങനെയുള്ള ടോപ്പിക്കിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈവൻ ഈ ഒരു സ്മോൾ ഡേയ്സ് അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ് മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ, ഇതിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു IPMAT ജിപ്മാറ്റിന്റെ ഫൈനൽ ലാപ്പിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ സ്ട്രാറ്റജൈസ് ചെയ്യാം. അപ്പോൾ IPMAT ജിപ്മാറ്റിന്റെ കേസിലോട്ട് വരുമ്പോൾ കേരളത്തിൽ വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണ് ഈ ഒരു മേഖലയിൽ വളരെ സീരിയസ് ആയിട്ട് കോച്ചിങ്ങും അതുപോലെ തന്നെ ക്ലാസ്സസും കൊടുക്കുന്നത്. അതിൽപ്പെട്ട വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സ്കൂൾ ടു IIM എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി എൻറോൾഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു IPMATും അതുപോലെ തന്നെ JIPMAT 2023 ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ എൻറോൾ ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ആവുന്ന കുട്ടികൾക്ക് ഇപ്പോൾ IPMATലും അതുപോലെ തന്നെ JIPMATലും എക്സാമിനേഷൻ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും IIM അലുമിനീസ് അതുപോലെ തന്നെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ഡയറക്റ്റ് മെന്റർഷിപ്പും കാര്യങ്ങളും തീർച്ചയായിട്ടും അവരുടെ ഇന്റർവ്യൂ സപ്പോർട്ടിന് ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റ് നിങ്ങളുടെ എക്സാമിനേഷൻ മാത്രമല്ല ആ ഒരു ഓൺഗോയിങ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന് തീർച്ചയായിട്ടും സ്കൂൾ ടു IIM നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് IPMAT JIPMAT 2023 റിലേറ്റ് ചെയ്തിട്ടുള്ള സെഷനുമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ IPMAT JIPMAT എക്സാമിന് തയ്യാറെടുക്കുന്ന അതായത് 2024-25 വർഷങ്ങളിൽ തയ്യാറെടുക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ചാനൽ എത്തിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്കുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിന് വഴിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് IPMAT എക്സാമിനേഷൻസ് അതുപോലെ തന്നെ JIPMAT എക്സാമിനേഷൻ, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു എക്സാമിനേഷൻ കൊടുക്കുന്നത്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, ഇങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വരും വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എന്തായാലും നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ മറക്കണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ എക്സാമിനേഷൻ ബാക്കിയുള്ളൂ. എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ പഠിക്കാൻ, നല്ല രീതിയിൽ പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.